അല്ലടി എന്താ പറഞ്ഞേ? ഞമ്മക്ക് 2 ആടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഓൾക്ക് പള്ള അറിയാൻ മാത്രം പിന്നെ കുറച്ചും കൂടി ഉണ്ട് പുല്ലാള്. അഞ്ഞി കുറച്ച് ആടുകളെ കുറവും കൂടി ഉള്ളൂ ഇതിക്ക്. കുട്ടികളെ കൊണ്ട് തന്നെ കണ്ടില്ലേ ഗൈസ്, ആ കൊച്ചിയും പുളി അലമ്പാണ്. ഒന്ന് ഇത് മാത്രല്ല കേട്ടോ, ഒന്ന് അവിടെ തൊട്ടിയിൽ കിടന്നുറങ്ങണുണ്ട് അല്ലേ. ഞങ്ങൾക്ക് ആടുകളില്ലേറ്റ ഇതിക്ക്. പക്ഷെ നമുക്കൊക്കെ എല്ലാ ബാപ്പാരെയും ഒരു പേടി ഉണ്ടാവും, എല്ലാ ബാപ്പാർക്കും. അതെന്താ പറയാ എനിക്ക്, നമ്മളില്ലാതായാലും മക്കളെങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു പേടി ഉണ്ടാവും. അത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാ. അതിനല്ലേ നമ്മള് ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുത്തിക്കണത്. ഇൻഷുറൻസ് അപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റുന്ന ഇങ്ങനെ പ്രതീക്ഷ നിൽക്കുന്നതാണ്. പറ്റാതിരിക്കട്ടെ, നമ്മളൊരു മുൻകൂർ ജാമ്യം മന്ദിരി എടുത്തത്. അല്ല അതൊരു കാര്യട്ടോ, അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് പറഞ്ഞെടുത്താലോ. അപ്പൊ ഗൈസ്, ഞാനേ ഈ ഒരു കാര്യങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫാമിലി. അപ്പൊ നമ്മളില്ലാത്തൊരവസ്ഥ ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് വല്ല ആക്സിഡന്റും പറ്റി, അല്ലെങ്കിൽ നമുക്കൊരു മാരക രോഗം വന്ന് നമ്മൾ പെട്ടെന്ന് ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മളെ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണത്. പല ആളുകൾക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വെറും 695 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബയോയിലുള്ള ലിങ്കിൽ കയറിയിട്ട് ഇഷ്ടംപോലെ ടേം ഇൻഷുറൻസുകൾ കാണാം. ഈ ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് വല്ലതും സംഭവിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു മാറാരോഗം പിടിപെടുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ ഫാമിലീസിനെ നോക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 2 കോടി വരെയുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇതൊരു ആക്സിഡന്റലി മരണം എന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഒരു സ്വാഭാവിക മരണം ആയി കഴിഞ്ഞാലും നമ്മുടെ ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്ത ആൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണിത്. അതായത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നതാണ് ഈ 2 കോടി രൂപ വരെയുള്ള ഈ ഒരു സംഭവം. അപ്പൊ ഈ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ പല കമ്പനികളുണ്ട്. അവരും തന്നെ പല എമൗണ്ടിലാണ് നമ്മൾ ഈ ടേം ഇൻഷുറൻസ് ലഭ്യമാകുന്നത്. അപ്പൊ പല എമൗണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടി കൊണ്ടുവരാണ് ഓരോ ദിവസം കഴിയുന്നതോറും. അപ്പൊ നിങ്ങൾ നമ്മളെ ഈ ബയോയിലുള്ള ലിങ്കിൽ കയറിയിട്ടാണ് നിങ്ങൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 15% ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ സംഭവം ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? അപ്പൊ മറക്കണ്ട, നമ്മുടെ ബയോയിലുള്ള ലിങ്കിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ വില കുറവുള്ള ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചോളി. ഓക്കെ ഗൈസ്.